ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അങ്ങനെ ഇന്ന് ഷോംഡോങ് വില്ലേജിൽ ഇന്നലെ രാത്രി ടെൻ്റ് അടിച്ചിട്ട് നമ്മളോ രാവിലെ 6 മണിയായി. പുറത്തത്തെ നല്ല കാറ്റ്, പുറത്ത് ഭയങ്കര കാറ്റ്. ഇയാൾ ചോദിക്കുന്നേ, നിങ്ങൾക്ക് ചലിക്കുന്നില്ല രാത്രി ഈ തണുപ്പിൽ ഇങ്ങനെ ടെൻറ്റിൽ എടുക്കുമ്പോൾ? എന്താ അതിനാണ് ഈ സ്ലീപ്പിംഗ് ബാഗ്. ഇത് 10 ഡിഗ്രി വരെ പോകും. ഇതൊരു ബാഗ് പോലത്തെ സംഭവമാണ്. ഇനി ചുട്ടിട്ട് ടെൻറ്റിൽ ഇടുന്നത് മറ്റേ ബാഗുകളിൽ ഇതിങ്ങനെ ഇട്ടെങ്കിൽ എന്തും അറിയില്ല. ഇപ്പം തുറന്നുകൊണ്ടങ്ങ് ചലിക്കുക. ഇത് ഇട്ടെങ്കിൽ ഇതിപ്പിട്ട് ഫുള്ള് പാച്ചിട്ട് കിടന്നെങ്കിൽ എന്താ അറിയില്ല. അങ്ങനെ നമ്മ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് പല്ലെടുക്കുക, കുക്കിംഗ് ആക്കുക, അല്ലേ കുളിക്കുക, അവിടുന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നാച്ചുറലായിട്ടൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. നല്ല കാറ്റല്ലെങ്കിൽ അങ്ങനത്തെ തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു വെള്ളം നോക്കിയ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാ. ഇവിടെ നമ്മ സ്ഥലം ചട്ടിലൊക്കെ പോകുന്നുണ്ട്. ആ, അപ്പോൾ ഇവിടെ തന്നെ വെള്ളം എടുക്കാൻ നമുക്ക് നല്ല വെള്ളം വെക്കും. അങ്ങനെ നമ്മൾ ചൂടാക്കുന്നില്ല. അപ്പം അതിനുള്ള എന്ത് മറ്റേത് എന്ത് ക്രിമിയ എല്ലാം പോവില്ല, അതില്ല. എന്താ വെച്ചാൽ നീന്താണ്ടാ ഇപ്പോഴും മക്കളെല്ലാം നീന്താറ് വാങ്ങുന്നില്ല. ഫുള്ള് മലയാള പാട്ട് വെച്ചിട്ടുണ്ട്. ഫുള്ള് സൈപ്പാട്ടല്ലോ. കുറെ നേരമായി. രാവിലെ സ്ഥലം മാറ്റി നിന്നിട്ട് തേഞ്ഞിട്ട ഒരു ബ്രെഡ് ഉണ്ടാവും വെച്ച് ബാക്കി ജാമിനെ കൂട്ടി തിന്നുന്നുണ്ട്. ഏത് ടോപ്പ് സ്ഥലം, പ്രാന്ന് സ്ഥലമാ. അപ്പൊ രാവിലെ മുതൽ ഇവിടെ കുറഞ്ഞ ചീട് തന്നെ വന്നത് പല്ലോടിയിൽ ഇടുന്നത് ഒരു നെഞ്ചിട്ടില്ല. നല്ല ഗ്രാമം, എന്തൊരു മജാവാ കാണാൻ. അടുത്ത വില്ലേജിൽ ചെറിയ പേരായിട്ട് ഓരോ വൈബാ. ഇതൊക്കെ എല്ലാം ഇംഗ്ലീഷ് അറിയാം. ആരാങ്കു ഗാസമാറാങ്കു ആരാങ്കു ഇതൊക്കെ വെച്ചാൽ ഇംഗ്ലീഷ് നല്ല അറിയുന്നു. നമ്മ ഒരു വില്ലേജിലേക്ക് പിടിച്ചിട്ടുണ്ട്, ഉള്ളു റൂട്ടിലേക്ക്. ഇതാ നല്ല ഉള്ളു റോഡ്, ഫുള്ള് കവുങ്ങ് തന്നെ. പോയിക്കാനും മധുരമുണ്ട് കാണാൻ. കണ്ടാ ഫുള്ള് ഉള്ളുള്ളിൽ പോര, ഫുള്ള് വൈബ് സ്ഥലം. ഒത്തിരി കഴിയാത്തതുകൊണ്ട് ഒരു ക്യാമ്പ് ഫയർ സെറ്റാക്കിയിട്ടുണ്ട്. ഇരുന്നിട്ടുണ്ട് സ്ഥലം ഇവിടെ പോകേണ്ടതുകൊണ്ട്. അങ്ങനെ നമുക്ക് രാത്രി ചായ ഒക്കെ തീരുമാനിച്ച് ചായ കുടിക്കാൻ എന്തോ ഒരു ആശയായിപ്പോയി. അങ്ങനെ ഒരു കട്ടൻ ചായ ഇവിടെ എല്ലാം ഫുള്ള് ഭയങ്കര. ഇവിടെ വേറെ ബോംബെയിൽ കുറച്ച് ടീംസിനെ കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് ചായ ആക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട്
ഇല്ലിങ്ങനെ കാട്ടിനുള്ളിൽ ഇങ്ങനെ ട്രക്കിംഗ് ആക്കുന്നുണ്ട്. ചെറിയൊരു ടീടാണ്ട്. ആ ചെറിയൊരു തീല കത്തിച്ച് കൊച്ചി ഇവിടെ ഏകദേശം ഭയങ്കര ഇതാണ് വാശ പറയിട്ട്. അപ്പൊ ഇവിടെ ചാന്നാണ് പറയുന്നത്, ചായ. ഇവിടെ ഒരു ചൈനക്കാർ വൈബ് ഉണ്ടല്ലോ ഇങ്ങോട്ടല്ലോ, ഒരു ചൈനക്കാർ ഒരു ഇത് കിട്ടുന്നു. മേഘാലയസിന്റെ ചൈനയാണ് ഏകദേശം. അതന്നെ ചൈനീസ് നമ്മൾ കേൾക്കും മനസ്സിലാവും. പിന്നെ കൂടുതൽ അങ്ങനെ ഇവിടെ മേഘാലയ മാത്രമല്ല, നോർത്ത് ഈസ്റ്റ് കൂടുതൽ അങ്ങനെ. അരുണാചൽ പോയെങ്കിൽ, പിന്നെ സിക്കിം പോയെങ്കിൽ, നാഗാലാൻഡ് പോയെങ്കിൽ മൊത്തം ബിസിയാണ്. നാഗാലാൻഡ് പോയെങ്കിൽ അടുത്ത ഫുഡെല്ലാം ചൈനക്കാരാൻ തന്നെ. പാമ്പ് തിന്നു, നായ് തിന്നു, എലി തിന്നു, പുതു എല്ലാം തിന്നു. നാഗാലാൻഡ് നോക്കണം, സമയം പോണേ. നമുക്ക് സമയമില്ല, നമുക്ക് കുറേ നേപ്പാളെല്ലാം കയറാണ്ട്. സമയം ഉണ്ടാകുമ്പോൾ ഇൻഷാല്ലാ അടുക്കും കയറിയാമോ. ഇപ്പോൾ മേഘാലയ കുറച്ച് കറങ്ങാല്ലേ ഇൻഷാല്ലാ. സമയം ഉണ്ടായാൽ നമുക്ക് എല്ലാം കറങ്ങിറങ്ങി. പിന്നെ വരുന്ന കൊല്ലം ഉണ്ടോ ഇൻഷാല്ലാ. പാലത്തിലേക്ക് എത്തി. പാലത്തിൽ ആളെല്ലാം കുറഞ്ഞു, ആരുമില്ല ഇപ്പോൾ. നല്ല കാലിയാണ് പാല്. ആ സ്ഥലമൊക്കെ ചളിക്കുന്നല്ല, ചളിക്കാത്തൊക്കെ നോക്കിയാൽ ഒരു തൊളിപ്പ് ഒരു ടീഷർട്ട് ഇട്ടിന്, ഒരു മുണ്ട് ഇട്ടി. ഞാനെന്തില്ലങ്കോ അങ്ങ് ചളിക്കുന്ന മാത്രോ. എൻ്റെ ഒരു ഞാട്ട കുപ്പായോ കുറച്ചും കൂടി ഇതുണ്ട്, ചെറിയൊരു കട്ടീനോട് അത്ര അറിയില്ല. പിന്നെ ഷൂ ഇട്ടിന് ഞാൻ, ട്രക്കിങ് ഷൂ. ചെരുപ്പിടാൻ ഞങ്ങൾക്ക് കയല, കാൽ തണുക്കുമല്ല, നടക്കാൻ പോലെയല്ല. പിന്നെ ട്രാക്കുണ്ട്. രാത്രി തണുപ്പുണ്ടാവും, പകലൊരു 10-15 കഴിഞ്ഞപ്പോൾ തണുപ്പ് കുറയുന്നു, നോർമലാണ്. രാത്രി ഭയങ്കര തണുപ്പ്. രാത്രി ഇപ്പം രാത്രി ചെല്ലാനില്ല. എത്ര മണി ആയിട്ടുണ്ടാവും ഇപ്പോൾ? 6 മണി ആയിട്ടുണ്ടാവും. 6 മണി അല്ല സ്ഥലം. ഓക്കെ, എത്ര മണി? 6 മണി. ആ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ 6:05 എത്ര. നമ്മുടെ നാട്ടിൽ ബാങ്ക് കൊടുത്തില്ല. ഇവിടെ നോക്കിയാൽ 6 മണീൻ്റെ അവസ്ഥ ഇതാണ് നമ്മുടെ നാട്ടിലെ. വീട്ടിലെ ഈ നാട്ടിൻ്റെ അവസ്ഥ കണ്ടാ. പെട്ടെന്ന് പകല് പെട്ടെന്നാന്ന് തോന്നല്ലേ. പകല് നോക്കിയിട്ടാവും പെട്ടെന്നാന്ന്. 5 മണിയാ ശ്രദ്ധിച്ചില്ല, നാളെ നോക്കണം. ആ ഇതാ നമ്മൾ ഇന്ന് ഇപ്പോട്ട് കുളിച്ചത് അങ്ങോട്ട് ഇതാ. ഓ ആ സ്ഥലത്താ. ഇപ്പം രാത്രി കാണുന്നില്ല. അങ്ങ് രാവിലെ പോയിട്ട് പല്ലൊടിച്ച് എല്ലാവരും നടന്നത്. ഇവിടെ ടെൻറ്റ് കിട്ടുന്ന സ്ഥലം ഇവിടെ നമ്മൾ ഇതുപോലെ ഇട്ടില്ല കണ്ടോ. ഓ നമ്മൾ ടെൻറ്റ് ഇട്ടിട്ടുള്ളത്. നമ്മൾ ടെൻറ്റിൽ ഉള്ളിൽ ബാഗ് അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് പേടിക്കാനില്ല ബാഗ് വെച്ചത്. പിന്നെ പുറത്ത് ബാഗ് വെച്ച് മുതൽ പേടിക്കാനില്ല. ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആൾക്കാർ. പറഞ്ഞുതരാം മോനെ. വെറുതെ മാച്ച വെറുതെ ഇങ്ങനെ ഇരിക്കുക, സൈഡിൽ ഇരിക്കുക. ഇങ്ങനെ അത്ര ലോക്കൽസ് ഭയങ്കര ഫ്രണ്ട്ലി. ബിസിമറിയാൽ ഭയങ്കര ഫ്രണ്ട്ലി. നല്ല ബിസിമറിയ വാങ്ങല്ല. ഒരു ദിവസത്തേക്കായി എല്ലാം കേട്ട് ടൂറിസ്റ്റ് വരുന്ന ആൾക്ക് 1500 കൊടുക്കുക ടെൻറ്റ് അടിക്കുക ഒരു ദിവസം. അതിലോറെ ഫുഡെല്ലാം പെട്ട് ഒരു ദിവസം 1 ഡേ ഫുള്ള് രാത്രി ടെൻറ്റ് വെച്ച് ചില്ലായിട്ട് പോകാൻ. അല്ല ഒരു ടെൻറ്റിന് സ്റ്റേക്ക് 1500 മൂന്നാൾക്ക് കിടക്കാനില്ല. ടെൻറ്റിന് 3 ആൾക്ക് കിടക്കുക. വേറെ ടെൻറ്റ് കിടക്കുക 3 ആൾക്ക് കിടക്കുക വേണമെങ്കിൽ 1500 ചാർജ് ആക്കുക. നമ്മ എന്താക്കി അല്ലെങ്കിൽ സ്വന്തം ടെൻറ്റ് പോയിട്ട് നമ്മൾ കുറേ ബാർഗൈനാക്കി ചർച്ചയാക്കി ലാസ്റ്റ് 200 ആക്കി. 200 ഉണ്ടാവും ചോദിക്കാൻ വരല്ലോ. വ്യത്യസ്തമാണ് കിടക്കുക. അതൊന്നുമില്ല. സമയമില്ലെങ്കിൽ മല്ലേന് കുറേ ദിവസം ഇങ്ങനെ വിശ്രമിച്ചിട്ട് പോയിട്ട് പിന്നെ നമ്മൾ കുറേ ട്രാവൽ ആക്കിയിട്ട് വരുന്നില്ല. ഇരിക്കുക അങ്ങനത്തെ ഫോണിന് ആവശ്യമില്ല. വെറുതെ ഇരുന്ന സമയം പോകുന്ന അറിയില്ല. നമുക്കിപ്പോൾ പോകാനേ മനസ്സിലായിരുന്നു അത്ര വൈബുള്ള ജാഗ. പിന്നെ ഇതെല്ലാം അല്ലെങ്കിൽ കുറേ ട്രാവൽ ആക്കിയിട്ട് വരുന്നില്ല. 3-4 മാസം കുറേ ഇങ്ങനെ ഇച്ചക്കാക്കി നടന്നിട്ട് വരുന്ന ആൾക്കാരല്ല. ഓർക്കെല്ലാം റെസ്റ്റ് എടുക്കാനല്ല ബെസ്റ്റ് സ്ഥലം ഇവിടെ. ഏതെങ്കിലും ഒരു നെറ്റിൻ്റെ ഇടയ്ക്കൊക്കെ നെറ്റ് ഫുള്ളുണ്ടാവും. ഇടയ്ക്കൊക്കെ 2 കുറ്റിയിലുണ്ടാവുന്നത്. നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാട് പ്രദേശമില്ല. നമുക്ക് അത്ര കിട്ടാൻ ഭാഗ്യം ചെയ്യില്ല. അല്ല സ്ഥലമാവും. ഒരു കാട്ടിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന ഒരു ഗ്രാമമല്ല. പിന്നെ അതന്നെ വന്നിട്ട് അങ്ങോട്ടൊരു ലൈറ്റല്ല കണ്ട. അതൊരു വില്ലേജ്. ഇവിടെ കാണുമ്പോൾ വിചാരിക്കും ഫുൾ കാടായിട്ട് മുകളിലൊന്നും പേരയില്ല. അത് കാട്ടിനുള്ളിൽ കുറേ പേരുണ്ടാവും ഇങ്ങോട്ട്. ഇതാ അവിടെ എന്തോ തീ കത്തിക്കുന്നു എന്തോ ഉണ്ട്. എന്ത് സംഭവം അറിയില്ല. ഇത് ഇരുന്നിരിക്കണം. ലോക്കൽ ചാട പോയിട്ട് ഇങ്ങനെ രാത്രി പോയിട്ട് ക്യാമ്പ് ഫയറിലാക്കി ഇരിക്കും. ഇതൊരു എന്ത് പറയുന്നത് ട്രീ ഹൗസ്. ടെൻറ്റിലടിച്ചിട്ടുണ്ട്. കുറേ ടെൻറ്റ് തലാത്തലോ ടെൻറ്റന്നെ ഫുള്ള്. അത് ആളിട്ടിട്ട് ഫുള്ള് ടെൻറ്റന്നെ. ഇതിൽ ഫുള്ള് ഈ ടെൻറ്റിൽ കണ്ട ഇങ്ങോട്ട് ഇടിയുള്ള ടെൻറ്റ്. അത് സംഭവം എന്തെല്ലെങ്കിൽ പാറൻ്റെ മുകളിൽ പല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ടെൻറ്റ് ഇട്ടിട്ടുള്ളവർ സ്ഥലം. പിന്നെ ആരും വരുന്നില്ല ഇങ്ങോട്ടല്ലോ. ഇതെല്ലാം അൺഎക്സ്പ്ലോർഡ് സ്ഥലമാണ്.
കുറച്ച് ഞാൻ ചെല്ലുന്നല്ലോ ഒരു 2 കൊല്ലം കഴിഞ്ഞല്ലോ ആള് നല്ല വരാൻ തുടങ്ങുമല്ല. ഭയങ്കര കുറച്ച് ഞങ്ങളുടെ കാലത്ത് സ്ഥലം ഉണ്ടാവല്ലോ. ന്യൂ ഇയർ ടൈം ചിലപ്പോൾ ആളുണ്ടാവും തോന്നല്ല. ലഗൂൺ ഫോൾസ് അത് ചിറാപുഞ്ചിൽ തന്നെ ഭയങ്കരവും അത് ഫുള്ള് നീല കളർ. അടുത്ത പോവാൻ പ്ലാൻ ഉണ്ട്. അത് ചിറാപുഞ്ചിൽ തന്നെ റൂട്ട് ബ്രിഡ്ജിൽ വരുന്നത്. അല്ല കാണിക്കും വീടുകളുണ്ടാവും. ഭയങ്കര പോകത്ത് ന്യൂ ഇയറിന് ആളുണ്ടാവും അല്ലെ സ്ഥലവും. ന്യൂ ഇയറിന് നല്ല ആളുണ്ടാവും. കുറച്ച് പോസ്റ്റ് ഇടാൻ പറയുന്നുണ്ട് സ്ഥലവും. അത്രയും ഞാൻ ചെല്ലി ഇപ്പോൾ വ്ളോഗ് ആക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം ഇടാതെ നമ്മ ഷട്ടറില്ല നാട്ടില്ല. ആ ഷട്ടർ തന്നെ ഈ സംഭവം നടക്കുന്ന ഈ താഴെ സംഭവം. ആ ഷട്ടറിനെ എടുത്തിട്ട് ഇങ്ങനെ കടത്തിയിട്ടുള്ളത്. മുമ്പുണ്ടായ പാലോ ഇവിടെ ഒരു പാലമുണ്ട്. ഇത് ഇങ്ങോട്ട് ഇവിടെ കാണില്ല. ഇപ്പുറം ഒരു പാലുണ്ട്. അത് ഹൈറ്റ് കുറഞ്ഞുകൊണ്ട് സംഭവം എന്തെങ്കിലും ഒരു എത്ര ഈ പാലം കണ്ടോ? ഈ പാലത്തിൻ്റെ കുറച്ച് താഴെയുള്ള വെള്ളം കയറുന്നാണ് പറഞ്ഞത്. ഇതാണ് സംഭവം. നിങ്ങൾ കാണാറില്ല ഇട്ടായുണ്ട് അടുത്തുള്ള വെള്ളം കയറുന്നു പറഞ്ഞത്. അത്ര വെള്ളം കയറുന്നു. അപ്പോൾ ആ പാലം പൊക്കിയത്, അതായത് മുമ്പുണ്ടായ പാലോ മേഘാലയത്തെ ആദ്യത്തെ പാലോ അല്ല ഇങ്ങോട്ടുണ്ട് അവർ പറഞ്ഞത്, ലോക്കൽ പറഞ്ഞത്. പിന്നെ ഭയങ്കര ക്ലീൻ ഉണ്ട് സ്ഥലം. ഞാൻ ശ്രദ്ധിച്ചു ഭയങ്കര ക്ലീൻ ഉണ്ട് ഇവിടെ. നാളെ അതിൻ്റെ ഏഷ്യ ക്ലീനസ് വില്ലേജെല്ലാം പോകുന്നുണ്ട്. എല്ലാവരും ഇല്ലേ ഇത് വേസ്റ്റ് എല്ലാം ഇടുവോ വേറെ കിട്ടിയെടുത്തൊന്നും നിങ്ങൾ ചാടുന്നില്ല. ടൂറിസ്റ്റ് വന്നെങ്കോ അവർ മേഘ മൊത്തത്തിൽ ആൾക്കാർ ഭയങ്കര ക്ലീന്. ബാത്റൂം നല്ല ക്ലീൻ. നമ്മളെ നാടൊക്കെ തന്നെ ഏകദേശം കേരളം തന്നെ ആൾക്കാരല്ലോ. കേരള ക്ലീൻ അത്ര മെയിൻറ്റെയിൻ ആക്കുന്നില്ലെങ്കിൽ സ്വഭാവത്തിലെല്ലാം കേരള ഭയങ്കരമല്ല ബാക്കിയുള്ള സംസ്ഥാനക്കാട്. അതേപോലെ ന്യൂർ പിന്നെ കുറേ ടൂറിസ്റ്റിനോട് പരിചയപ്പെട്ടിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയി. ബാക്കിയുള്ള സംസ്ഥാനം പോലെ ഒന്നല്ല. നോർത്ത് ഈസ്റ്റ് പൊതുവെ അങ്ങനെ അന്നെങ്കിൽ മേഘാലയ വേറെ തന്നെ ഒരു വൈബു ആൾക്കാർ നല്ല. ഇതൊരു ഹോട്ടല്. ഹലോ ഭയ്യ ഹായ് ബോലോ. ഞാൻ ഭയ്യ ഭയ്യനെ വേണ്ടി എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി. ക്യാമറ കാണുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറും എല്ലാവരും. ഇവിടെ കുറേ പെപ്സി. പിന്നെ ഒന്ന് പ്രശ്നമുണ്ട് ഇവിടെ ഇങ്ങനെ ഷോപ്പിലെല്ലാം എല്ലായിടത്തും ഗൂഗിൾ പേ ഉണ്ടാകുന്നില്ല. നോക്കണം കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇല്ല കയ്യിൽ കുറച്ച് ക്യാഷ് കരുതണം. ഉണ്ടാകുന്ന നിങ്ങൾക്ക് റയറ് എന്തെങ്കിലും ഇങ്ങോട്ട് ആൾക്കാർക്കല്ലോ ബാങ്കിൽ പോകാമല്ലോ. കാട്ടിനുള്ളിൽ ഇങ്ങോട്ടല്ലോ പറയല്ലോ പറയാം. അപ്പോൾ അവർക്ക് അങ്ങനെ ബാങ്കിലേക്ക് പോകാൻ കുറച്ച് ദൂരമാവും. അപ്പോൾ എനിക്ക് താഴേക്ക് പോകാനുള്ള ബൈ അറിയില്ല എങ്ങനെ ചില ഈരൊക്കെ ഉണ്ടല്ലോ അമ്മോ. ഈരൊക്കെ ഉണ്ട്. കിട്ടി ബൈ കിട്ടി. ഇവിടെ പാർക്കിങ് എല്ലാം ഉണ്ട്. എന്താ സംഭവം ഇടിങ്ങല്ല ഫോട്ടോ എടുക്കാം. അപ്പോൾ നമുക്കത് അതിന് സമയമുണ്ട്. അതിൻ്റെ ക്യാമറ നല്ല വേണതാ കണ്ടാ. ഇങ്ങനത്തെ എല്ലാ വിഷ്വൽസ് കിട്ടും ഇവിടെ. സ്റ്റെപ്പിങ്ങിന് കിഞ്ഞോണ്ട് പോയെങ്കിൽ നമ്മൾ ടെൻറ്റ് അതോടെ താഴെ ഉള്ളത് അതിലേക്ക് എത്തും. കുറച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ടാവും. രാത്രി നല്ല കാറ്റുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് 2ാമത്തെ ദിവസവും ഉടനെ ടെൻ്റ് അടിക്കാൻ പ്ലാനാക്കി. പിന്നെ ആരൊന്നും ചോദിക്കാമെന്ന് വരില്ല ടെൻ്റ് അടിച്ചെങ്കിൽ. എന്ത് കഥ ഒന്നുമില്ല. നോക്കിയതാ ഇവിടെ കുറേ ടെൻ്റ് അറിഞ്ഞു. അവർക്ക് ഒരു ദിവസം 1000 രൂപ കൊടുക്കണം. ഓറഞ്ച് ടെൻ്റ് കിട്ടും തന്നെ. നമ്മൾ സ്വന്തം ടെൻ്റ് ബാക്കിയെല്ലാം കിട്ടും തന്നെ. പാക്കേജിന് കുറേ ടെൻ്റ് 1000 രൂപക്ക് ഫുഡെല്ലാം ആയി. നമുക്ക് എന്ത് 200 രൂപ നമുക്ക് എത്ര ഒരാഴ്ച ഒന്ന് ചോദിക്കാതെ വരില്ല. അപ്പോൾ പവർ ബാങ്ക് ചാർജ് ആക്കി പവർ ബാങ്ക് ഉടനെ സ്ഥലം ഉറങ്ങുന്നുണ്ട്. ഞാൻ പിന്നെ ചാർജ് ഇല്ലാക്കിക്കൊണ്ട് ഉറങ്ങാൻ കുറച്ച് വൈകി ഉറങ്ങാൻ പ്ലാന്. അപ്പോൾ നാളെ നമ്മൾ എന്താക്കുമല്ലെങ്കിൽ വീട് നമ്മൾ നേരെ ഏഷ്യ ക്ലീനസ് വില്ലേജിൽ സ്ഥലമുണ്ട്. അടുത്തേക്ക് രാവിലെ വിടും. ഇറങ്ങി രാവിലെ ഏർലി മോർണിംഗ് പോകണം. പിന്നെ അവിടുന്ന് കുറച്ച് തമിഴ്നാട്ടിൽ കുറച്ച് കൂടുതൽ പരിചയപ്പെട്ട് അതാക്കിയിട്ട് വന്ന റോഡ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ ചാർജ് ആക്കിയിട്ടുണ്ടായ ഫോണ്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ രാത്രി ഫുഡ് ഒന്നിങ്ങനെ ചായ കുടിച്ച് അഡ്ജസ്റ്റ് ആക്കി രാവിലെ ഫുഡ് ആക്കാനിട്ട്. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.